വീട്ടിലാണുള്ളത്. VS-ന്റെ വീട്ടിലാണ് ഉള്ളത്. ഇത് ആലപ്പുഴ പുന്നപ്രയിലെ അദ്ദേഹത്തിൻ്റെ വസതി വേലിക്കകം വീട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടേക്ക് ജനങ്ങൾ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. നീണ്ട ക്യൂ ഈ റോഡിനപ്പുറത്തേക്ക് കടക്കുന്നതാണ് ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ. ആദ്യം വീട്ടിലേക്കൊന്ന് പാൻ ചെയ്യാം. ഇതാണ് VS-ന്റെ വീട്. ഇവിടെ നിന്നും അടുത്ത് മുന്നിൽ തന്നെ VS-നെ കിടത്താനുള്ള സംവിധാനം ഒരുക്കിയിരിക്കുകയാണ്. വോളണ്ടിയർമാർ ആ സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിരിക്കുന്നു. ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് ആ ക്യൂ കാണാം. നീണ്ട ക്യൂ ആണ്. വിവിധ ഇടങ്ങളിൽ നിന്ന് വന്ന നാട്ടുകാരാണ്. അവർക്ക് VS-നെ അവസാനമായി ഒന്ന് കാണാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തന്നെ വന്നിരിക്കുന്ന ആളുകളാണ്. തൃശ്ശൂരിൽ നിന്നും പാലക്കാട് നിന്നും ഒക്കെയുള്ള ഒരുപാട് ആളുകളെ നമ്മൾ കാണുകയുണ്ടായി. അവരുടെ പ്രതികരണങ്ങളിലേക്ക് പോകാം. എവിടെ നിന്നാണ് വരുന്നത്? കണ്ണൂർ, ഇരിക്കൂർ, കല്യാട്, കണ്ണൂർ. എപ്പോൾ എത്തി? ഇന്നലെ രാത്രി 11 മണിക്കെത്തി. അപ്പോൾ ഈ വിലാപയാത്ര അറിയാലോ, പലയിടത്തുനിന്നും വൈകിയാണ് എത്തുന്നത്. പലയിടത്തുനിന്നും ആളുകൾ കരഞ്ഞുകൊണ്ടിരിക്കുക. VS-ആയിട്ടുള്ള നിങ്ങളുടെ ഒരു ഓർമ്മ എന്താ? VS-ആയിട്ടുള്ള ഓർമ്മ, നമ്മൾ പൊതുപ്രവർത്തന രംഗത്തേക്ക് വരുമ്പം തന്നെ VS എന്ന പേര് കേട്ടിട്ടാണ് രംഗത്തേക്ക് വന്നിട്ടുള്ളത്. വിപ്ലവകാരി എന്ന രീതിയിൽ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആളാണ് VS. അതുതന്നെയാണ് ഞങ്ങളുടെ ഓർമ്മ. മരിച്ചാലും ഞങ്ങളുടെ മനസ്സിൽ നിന്ന് മായാത്ത 2 അക്ഷരം VS. പാലക്കാട് നിന്ന് വരുന്നു. ഞങ്ങളുടെ മണ്ഡലത്തിൽ നിന്നാണ് 4 തവണ വിജയിച്ചതും മുഖ്യമന്ത്രിയായതും പ്രതിപക്ഷ നേതാവായതും എല്ലാം ഞങ്ങളുടെ മണ്ഡലത്തിലാണ്. വലിയ ഇഷ്ടമാണ്. ഒന്ന് കാണാൻ വേണ്ടി. പോലൊരു വേറെ നേതാവില്ല. ഇല്ല, തീർച്ചയായും. പാലക്കാട് രാത്രി 2 മണിക്ക് വന്നതാ. VS-നെ ഒന്ന് കണ്ടു പോകാൻ പറഞ്ഞ് വരിക. ഞങ്ങളുടെ പാർട്ടിയുടെ സമുന്നത നേതാവാണ്. ഞങ്ങളുടെ പടുത്തുയർത്തിയ സഖാവാണ്. തൊഴിലാളി വർഗത്തിൻ്റെ പോരാളിയാണ്. ഒന്ന് കണ്ടു പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ മണിക്കൂർ കണക്കായി വരി നിൽക്കാൻ. പാലക്കാട് ഒരുപാട് പേര് എത്തിയിട്ടുണ്ടല്ലോ. മലമ്പുഴയിൽ നിന്നാണോ? മലമ്പുഴയല്ല, പാലക്കാട്. എവിടുന്നാ വരുന്നത്? കോഴിക്കോട്. ഇപ്പോൾ VS-ന് അന്ത്യയാത്ര ഒഴിക്കുകയാണ് കേരളം. ഓരോ ഇടങ്ങളിലും കാത്തു നിൽക്കുന്ന മനുഷ്യര് VS-ന് വേണ്ടി അന്ത്യയാത്രാമൊഴിയേകുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹരിപ്പാടിൽ ഇതിനകം തന്നെ ഒരു മഹാസമുദ്രം രൂപപ്പെട്ടു കഴിഞ്ഞു. ആലപ്പുഴയിലേക്ക് VS-നെ എത്തിക്കുമ്പോൾ ആലപ്പുഴയുടെ ചെന്താരകത്തെ വരവേൽക്കാൻ ആലപ്പുഴയുടെ ജനതതി ഓരോ ഇടങ്ങളിലും ആദ്യം പുഴയായും പിന്നെ വഴികളായി വന്നാൽ അതിനിപ്പുറത്തെ സൈഡിലേക്കും യഥേഷ്ടം വേഗം നടന്നു പോകാൻ കഴിയുന്ന വഴി ഉണ്ട്. അപ്പോൾ ഇവിടെ തടസ്സങ്ങളില്ല. പക്ഷെ സഹകരിച്ചില്ലെങ്കിൽ മുഴുവൻ തടസ്സമാണ്. ആളുകളാണ് VS-ന് അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിയത്. നങ്ങ്യാർകുള ജംഗ്ഷനിൽ നിന്ന് മുന്നോട്ടും പിറകോട്ടുമായി റോഡിന് ഇരുവശങ്ങളിലും നിരവധി പേരാണ് ഇവിടെ VS-നെ കാത്തിരിക്കുന്ന മനുഷ്യരാണ്. കുടുംബം വന്നിറങ്ങുകയാണ്, കൈപിടിച്ചു വരികയാണ് VS-നെ കാണാൻ. ഞങ്ങളുടെ രക്തം ആ രക്തം തന്നെ, ആ പാർട്ടി തന്നെ. 44 വർഷം കൊണ്ട് CPF-ന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സഖാവാണ്. നോക്കൂ, VS-ന് വേണ്ടി സഖാക്കൾ ഓരോരുത്തരായി എത്തുകയാണ് കുടുംബസമേതം. TV പ്രസാദ്, മനുഷ്യരിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. ചെറിയ ചെറിയ അരുവികളിൽ നീർച്ചാലുകൾ രൂപപ്പെടുന്നത് പോലെയാണ് VS-ന് വേണ്ടി മഹാസമുദ്രം രൂപപ്പെടുന്നത്. ചെറിയ അരുവികളായി ചെറിയ ചെറിയ മനുഷ്യർ വന്നുകൂടുന്നുണ്ട്. ആ എത്തുന്ന മനുഷ്യരെല്ലാം ഓരോരുത്തരും എത്തുന്നത് വലിയ സമുദ്രങ്ങളാകാൻ വേണ്ടിയാണ്. ആദ്യം പുഴയായെത്തും, പിന്നെ സമുദ്രമായി മാറും. അതാണ് കേരളം കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച. ആ കാഴ്ച ചെറിയ ചാറ്റൽ മഴയുണ്ട്. പ്രകൃതി പോലും വിരുമ്പി നിൽക്കുന്ന നേരമാണ്. പക്ഷേ അപ്പോഴും ആ ചാറ്റൽ മഴയത്തും നനഞ്ഞു നിൽക്കുമ്പോഴും ഈ പ്രിയപ്പെട്ട മനുഷ്യനെ യാത്രയയക്കാൻ വേണ്ടി, ആലപ്പുഴയുടെ ചെന്താമരയ്ക്ക് യാത്രയയക്കാൻ വേണ്ടിയുള്ള കാത്തുനിൽപ്പാണ്. ദേശീയപാതയുടെ പണി പൂർത്തിയായിട്ടില്ല. VS ഉദ്ദേശിച്ച കേരളത്തിൻ്റെ പണിയും പൂർത്തിയായിട്ടില്ല. ആ പണി പൂർത്തിയാകും മുമ്പാണ് VS മടങ്ങിയത്. ആ കാഴ്ചയാണ് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഹരിപ്പാടേക്കാണ് നമ്മളെത്തിയത്. VS എത്തിയത് കരിയിലക്കുളങ്ങര പിന്നിട്ട് നെങ്ങാറുകുളങ്ങരയിലേക്ക് VS എത്തിക്കൊണ്ടിരിക്കുന്നു. ബസ്സിന് പോകാനുള്ള ഇട പോലും ഇവിടെയില്ല. അത്രയേറെ പേർ, നൂറുകണക്കിന് ആളുകളാണ് ഇതിന്റെ ഇരുവശങ്ങളിലുമായി. വലിയ ജനക്കൂട്ടമാണ് ഇവിടെ ഉള്ളത്. റോഡിന് ഇരുവശങ്ങളിലുമായി മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് കയ്യിൽ ചിലർ പൂക്കളുമായി മുന്നോട്ട് പോകുന്നു. അത്ര ഇഷ്ടമാണോ VS-ന്? ഞങ്ങളുടെ നേതാവാണ്. ഞങ്ങളെ ഞങ്ങൾക്ക് ജീവിക്കാൻ പ്രതീക്ഷയായിരുന്നു അല്ലേ പാവങ്ങളുടെ? ഞങ്ങൾക്ക് അത് ഓർക്കാൻ പോലും
പോയി കാണാൻ പറ്റില്ലല്ലോ. കാണാൻ പറ്റില്ല, ഞങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. പോരാട്ടത്തിനാളുകളെ, ചോരപുരണ്ടൊരു വീതികളെ, അരുൺ ഇത് കണ്ടോ? അരുൺ, ഇവിടുന്ന് അങ്ങോട്ടേക്ക് വാഹനത്തിന് പോകാൻ പോലും വഴിയില്ലാത്ത രീതിയിൽ നൂറുകണക്കിന് ആളുകളാണ് റോഡിന് ഇരുവശവും കൂടി നിൽക്കുന്നത്. ഇഷ്ടാണല്ലേ ഒരുപാട് ഇഷ്ടമാണ് ജനഹൃദയങ്ങളിൽ. ഞങ്ങളുടെ ചങ്കിലെ ചോരയാണ്, ഞങ്ങളുടെ രക്തമാണ്, ഞങ്ങളുടെ വിയർപ്പാണ്, ഞങ്ങളുടെ എല്ലാം വലിയ വഴികളിലൂടെ വൈകാരിക പ്രകടനമാണ് അരുൺ എങ്ങുമുള്ളത്. ഇതിലൂടെ ഒരു വാഹനത്തിന് കടന്നു വരാനുള്ള വഴികളില്ല. റോഡിന് ഇരുവശവും ഒരു മനുഷ്യ മതിൽ പോലെയാണ്. നൂറുകണക്കിന് ആളുകൾ വൈകാരികമായി മുദ്രാവാക്യം വിളിക്കുന്നവർ. പ്രായമേറായിരുന്ന വ്യത്യാസമില്ല, എല്ലാവരും ഒരൊറ്റ ശബ്ദത്തിൽ മുദ്രാവാക്യം വിളിക്കുന്നു. VS-ന് മരണമില്ല. VS-ന്റെ തട്ടകത്തിലേക്ക് VS-നെയും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്രയാണ് കടന്നു വരുന്നത്. വലിയ ജനക്കൂട്ടം നങ്ങ്യാർകുളങ്ങരയിലേക്ക് എത്തുമ്പോൾ നങ്ങ്യാർകുളങ്ങരയിൽ 10,000 കാത്തു നിൽക്കുന്നു. വലിയ ജനക്കൂട്ടം. കണ്ടിട്ടേ പോകൂ. ഞങ്ങളുടെ ആളില്ലല്ലോ അല്ലേ? ാണ് പ്രതികരണം. പ്രായമേറിയവർ പ്രത്യേകിച്ച്, കാരണം അവർക്ക് അവരുടെ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും VS-ന്റെ സ്വാധീനമുണ്ടായിരുന്നു. ഏതെങ്കിലും തരത്തിൽ ഓരോ മനുഷ്യരുടെയും ജീവിതത്തിൽ VS സ്വാധീനം ചെലുത്തിയിരുന്നു എന്നുള്ളതാണ്. ഇതുവഴി കടന്നു പോകാൻ, വാഹനത്തിന് കടന്നു പോകാൻ പോലും വഴിയില്ലാത്ത രീതിയിൽ ഒരു മനുഷ്യ മതിലാണ് റോഡിനിരുവശവും. കൊണ്ട് VS-ന് അന്ത്യയാത്രാവളി നൽകുകയാണ് കേരളം. ഇത് കേരളം കണ്ടിട്ടില്ലാത്ത വിലാപയാത്രയാണ്. ഓരോ വഴിയിലും മനുഷ്യർ ശാലികളായി വന്ന് പുഴകളായി തീർന്ന് സമുദ്രങ്ങളായി പരിണമിക്കുന്ന കാഴ്ച. ആ കാഴ്ചയാണ് കേരളത്തിൽ നിങ്ങൾ ഉടനീളം കണ്ടുകൊണ്ടിരിക്കുന്നത്. ആലപ്പുഴയിലേക്ക് കടന്നതോടുകൂടി വൈകാരികവും സ്നേഹനിർഭരവും ഹൃദയത്തിൽ തൊടുന്നതുമായ മുദ്രാവാക്യങ്ങളാണ്. അനശ്വരതയിലേക്ക് VS-നെ കൊണ്ടുപോകുന്ന മനുഷ്യരാണ്. നോക്കൂ, ഇവിടെ എത്തുന്ന ഓരോ മനുഷ്യരും VS-നെ അറിയാം. തങ്ങളിൽ ഒരാളെപ്പോലെ, തങ്ങളുടെ കുടുംബത്തിൽ ഒരാളെപ്പോലെ VS-നെ തൊട്ടറിയുന്ന മനുഷ്യരാണ്. പലരും പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിലെ കാരണവരെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. പറയുന്നത് ആ വീട്ടിലെ കാരണവരാണ് എന്നുള്ളതാണ് അതിലെ യാദൃച്ഛികം. അങ്ങനെ തങ്ങൾക്ക് കരുത്തും തണലുമായൊരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നുവെന്നും ആ മനുഷ്യനെ ഒരു നോക്ക് കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുവെന്നുള്ളതിൻ്റെ സാക്ഷ്യപ്പെടുത്തലാണ് വഴിയരികിൽ കാത്തു നിൽക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യർ. നേരത്തെ നിശ്ചയിച്ച എല്ലാ സമയക്രമവും മാറിയിരിക്കുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് 2:15 കൂടിയാണ് സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിൽ നിന്ന് VS-നെ പുറത്തേക്ക് എത്തിക്കുന്നത്. ഇപ്പോൾ സമയം 8:38 ഏകദേശം 19ാമത്തെ മണിക്കൂറിലേക്ക് വിലാപയാത്ര കടക്കുകയാണ്. 39 മണിക്കൂറുകളായി റിപ്പോർട്ടർ TV VS-നോടൊപ്പം നടക്കുകയാണ്. ഊണുറക്കം ഉപേക്ഷിച്ച് കേരളത്തിലെ ജനതതി VS-നെ കാണാൻ നിൽക്കുന്ന കാഴ്ചയാണ്. ഓരോ ഇടത്തും ചെല്ലുമ്പോൾ ഇതാണ് ഏറ്റവും വലിയ ആൾക്കൂട്ടം എന്ന് തോന്നും. പക്ഷേ മറ്റൊരാൾക്കൂട്ടം അതിനെ തോൽപ്പിക്കാൻ പോകുന്ന പാകത്തിൽ കാത്തു നിൽക്കും. ഇപ്പോൾ കുമാരപുരത്ത് ഹരിപ്പാട് തന്നെ മറ്റൊരിടത്ത് വലിയൊരാൾക്കൂട്ടം കാത്തു നിൽക്കുന്നതായിട്ടും പ്രേക്ഷകർക്ക് കാണാം. വഴിയരികിൽ കാത്തു നിൽക്കുന്ന മനുഷ്യര് ചെറുതല്ലാത്ത വിധം വലിയ സങ്കട കടൽ തീർത്തുകൊണ്ടാണ് ഒരു മനുഷ്യ മതിലുപോലെ നിൽക്കുന്ന കാഴ്ചയാണ്. നേരത്തെ നിശ്ചയിച്ച പോയിന്റുകൾക്കും അപ്പുറം കാഴ്ചയ്ക്കുള്ള അവസരമൊരുക്കുമെന്ന് പാർട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട്. സാവധാനമാണ് മുന്നോട്ട് പോകുന്നത്. നമ്മൾ മുന്നോട്ട് പോകുന്തോറും ഹരിപ്പാട് പിന്നിടും തോറും അത് VS-ന്റെ നാട്ടിലേക്കുള്ള യാത്രയാണ്, VS-ന്റെ ജന്മനാട്ടിലേക്കുള്ള യാത്രയാണ്. പുന്നപ്പറയിലെ പാറപ്പുറത്തുള്ള ഈ വെന്തലത്തറ വീടിനോട് ചേർന്നുള്ള വേലിക്കകത്ത് വീട്, ആ വേലി നെടുനായകൻ രണധീരനായി അടരാടുവാൻ പടയാളിയായി തൊഴിലാളിതൻ ചങ്ങാതിയായി ജനമനസ്സിലമരനിവനായി
പടരും ഉന്നപ്രവയലാറിൻ കണ്ടായി കരളായി നിറയുന്നു നീ നെടുനായകൻ രണധീരനായി അടരാടുവാൻ പടയാളിയായി തൊഴിലാളിതൻ ചങ്ങാതിയായി ജനമനസ്സിലമരനിവനായി വരും നാം പാടവൻ തോക്കിൻ മുനത്തുമ്പിൽ തോൽക്കാത്തവൻ സകലമാലോക ഒന്നാകെ ചേരുന്നു നീലേ പിന്നോരം പാറുന്നു ഈ ചെങ്കൊടി സമരം കനജ്വാല തെളിയുന്ന വഴികൾ പറയും നായകൻ നീ യുധിരം പടരും ഉന്നപ്രവയലാറിൻ കണ്ടായി കരളായി നിറയുന്നു നീ നെടുനായകൻ രണധീരനായി അടരാടുവാൻ പടയാളിയായി തൊഴിലാളിതൻ ചങ്ങാതിയായി ജനമനസ്സിലമരനിവനായി